സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10ാം ക്ലാസ്സുകാർക്ക് ടൂട്ടാ പഹിയ എന്നൊരു കവിത പഠിക്കാനുണ്ടായിരുന്നു. ആ കവിതയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ SSLC എക്സാമിന് പ്രധാനമായും തന്നിരിക്കുന്ന ഫോക്കസ് ഏരിയയിലെ പറഞ്ഞിരിക്കുന്ന ഒരു പാഠഭാഗമാണ് നമ്മുടെ ടൂട്ടാ പഹിയ. കുറേയേറെ കുട്ടികൾക്ക് ഈ ഒരു പാഠം വളരെ ടഫായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു കവിത പഠിക്കുമ്പോൾ ആ കവിതയുടെ ആശയം, അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ക്ലാസ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ യൂണിറ്റിലെ ടൂട്ടാ പഹിയ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യനും ആൻസറുമാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. പ്രശ്നോത്തർ എന്ന് പറഞ്ഞാൽ എന്താ? ചോദ്യവും ഉത്തരവും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ടൂട്ടാ പഹിയ കിസ് വിധ കി രചന ഹേ? ടൂട്ടാ പഹിയ എപ്രകാരമുള്ള രചനയാണ്? ഇതിന്റെ പ്രോക്തി എന്താണെന്നാണ് ചോദിച്ചത്. ഉത്തർ കവിത. ഇതിന്റെ ഉത്തരം എന്താണ്? കവിതയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ടൂട്ടാ പഹിയ നാമക കവിത കിസ്നെ ലിഖി? ആരാണ് ടൂട്ടാ പഹിയ എന്ന പേരുള്ള ഈ കവിത എഴുതിയത്? ഉത്തർ ധർമ്മവീർ ഭാരതിനെ. ധർമ്മവീർ ഭാരതിയാണ് ഈ ടൂട്ടാ പഹിയ എന്ന കവിത എഴുതിയത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ചക്രവ്യൂഹ കി രചന കിസ്നെ കി? ചക്രവ്യൂഹം ആരാണ് നിർമ്മിച്ചത്? ഉത്തർ കൗരവോംനെ. കൗരവരാണ് ചക്രവ്യൂഹം നിർമ്മിച്ചത്. ചക്രവ്യൂഹ കെ അന്തർ ഗുസ്കർ യുദ്ധ കർണേ വാല വീർ കോൻ ഥാ? ചക്രവ്യൂഹത്തിനുള്ളിൽ പ്രവേശിച്ച വീരയോദ്ധാവ് ആരായിരുന്നു? ഉത്തർ അഭിമന്യു. അർജുനപുത്രനായ അഭിമന്യു ആയിരുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ക്യാ അഭിമന്യു ചക്രവ്യൂഹ സെ ബാഹർ നികൽനെ കാ യുദ്ധതന്ത്ര ജാൻതാ ഥാ? എന്താ അഭിമന്യുവിന് ചക്രവ്യൂഹത്തിൽ നിന്നും പുറത്തു കടക്കുന്ന യുദ്ധതന്ത്രം അറിയാമായിരുന്നോ? ഉത്തർ നഹീം. അറിയില്ല. അഭിമന്യു ചക്രവ്യൂഹ സെ ബാഹർ നികൽനെ കാ യുദ്ധതന്ത്ര നഹീം ജാൻതാ ഥാ. അഭിമന്യുവിന് ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് പ്രവേശിക്കാൻ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. അഭിമന്യുവിനെ ക്യാ കിയ? അഭിമന്യു എന്ത് ചെയ്തു? രഥ് കെ ഏക് ടൂട്ടെ ചക്ര കോ ഉടാക്കർ യുദ്ധ കർണേ ലഗാ? രഥത്തിന്റെ ഒരു പൊട്ടിയ ചക്രം എടുത്ത് യുദ്ധം ചെയ്യാൻ തുടങ്ങി. 8. പഹിയേ കെ ക്യാ ക്യാ വിശേഷൺ ബതായേ ഹൈ? ചക്രത്തെ എങ്ങനെയെല്ലാമാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? നോക്കാം. ടൂട്ടാ ഹുവാ പഹിയ, പൊട്ടിയ ചക്രം. രഥ് കാ പഹിയ, രഥത്തിന്റെ ചക്രം. രഥ് കാ ടൂട്ടാ ഹുവാ പഹിയ, രഥത്തിന്റെ പൊട്ടിയ ചക്രം. അടുത്തത്. അഭിമന്യു കിസ്കാ പ്രതീക് ഹേ? അഭിമന്യു എന്തിന്റെ എല്ലാം പ്രതീകമായിട്ടാണ് ഈ കവിതയിൽ പറയുന്നത്? ഉത്തർ ആം ജനത. ഒരു പാവപ്പെട്ട ജനം, ഒരു സാധാരണ ജനമായിട്ടാണ് ഇവിടെ പറയുന്നത്. ശോഷൺ കാ ശിക്കാർ, ശോഷണ വർഗത്തിന്റെ ഇരയായിട്ടാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ സാഹസി യുവ പീട്ടി, ധൈര്യവാനായ യുവതലമുറയെയും ഇവിടെ അഭിമന്യുവിനെ കേന്ദ്രീകരിച്ച് പറയുന്നു. ഇതിന്റെ എല്ലാം പ്രതീകമാണ് നമ്മുടെ അഭിമന്യു. 10. ചക്ര കാ സമാനാർത്ഥി ശബ്ദ ക്യാ ഹേ? ചക്ര എന്നതിന്റെ സമാനാർത്ഥി ശബ്ദം എന്താണെന്നാണ്? ഉത്തർ പഹിയ. ചക്രം എന്നതിന്റെ സമാനാർത്ഥി ശബ്ദാണ് പഹിയ. 11ാമത്തെ ക്വസ്റ്റ്യൻ. അക്ഷൗഹിണി സേനാവോं को चुनौती देने वाला कौन है? ഉത്തർ അഭിമന്യു. അക്ഷൗഹിണി സേനകളെ വെല്ലുവിളിച്ച വ്യക്തി ആരാണ്? അഭിമന്യു. 12. ദുസ്സാഹസി അഭിമന്യു ഇസ്മേ വിശേഷണ ശബ്ദ കौन सा है? ദുസ്സാഹസിയായ അഭിമന്യു, ഇതിലെ വിശേഷണ ശബ്ദം ഏതാണ്? അഭിമന്യുവിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണെന്ന് നോക്കൂ. ദുസ്സാഹസി. എന്തായാലും നിങ്ങളുടെ എക്സാമിന് വിശേഷണ ശബ്ദം ചോദിക്കാറുണ്ട്. വളരെ ഈസിയാണ്, നമുക്ക് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. യഹാം അഭിമന്യു കോ ദുസ്സാഹസി ക്യോ കഹാ ഹേ? എന്തുകൊണ്ടാണ് ഇവിടെ അഭിമന്യുവിനെ ദുസ്സാഹസി എന്ന് പറയുന്നത്? ക്യോങ്കി ഉസ്നെ ബഡാ സാഹസ് കിയ. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം വളരെ വലിയ ധൈര്യം കാണിച്ചു. കൗരവപക്ഷത്തെ ഒറ്റയ്ക്ക് നേരിടാനുള്ള ധൈര്യം അദ്ദേഹം കാണിച്ചു. 14. അഭിമന്യുവിനെ ഐസാ ദുസ്സാഹസിക്യോം ദിഖായ? അഭിമന്യു ഇപ്രകാരം ദുസ്സാഹസം എന്തുകൊണ്ടാണ് കാണിച്ചത്?
ഉത്തർ ന്യായ് കെ സമർത്ഥൻ കെ ലിയെ, ന്യായത്തിന് വേണ്ടിയാണ് അദ്ദേഹം പ്രകാരം ചെയ്തത്. 15 ദുസ്സാഹസ് ദിഖാത്തെ വക്ത് അഭിമന്യു കെ ലിയെ ഏകമാത്ര സഹാര ക്യാ ഥാ, ദുസ്സാഹസം കാണിക്കാൻ വേണ്ടി അഭിമന്യുവിന് ഏകമാത്രമായ ആശ്രയം എന്തായിരുന്നു? ഉത്തർ കേവൽ ഏക് ടൂട്ടാ പഹിയ, കേവലം ഒരു പൊട്ടിയ ചക്രം മാത്രം. 16ാമത്തെ ക്വസ്റ്റ്യൻ, യദ്യപി വഹ് രഥ് കാ ടൂട്ടാ പഹിയ ഹേ ഫിർ ഭി ഉസേ ഛോഡോ മത് ക്യോ, ഒരു പക്ഷേ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ്, എന്നിട്ടും എങ്കിലും അതിനെ ഉപേക്ഷിക്കരുത്. ക്യോ, എന്തുകൊണ്ട്? അത് പൊട്ടിയ ചക്രമാണെങ്കിൽ കൂടി അതിനെ എന്ത് ചെയ്യരുത്? വലിച്ചെറിയരുത്. എന്തുകൊണ്ടാണ് എന്ന്. ഉത്തർ ഏക് ദിൻ ടൂട്ടാ പഹിയ न्याय के पक्षी में गड़े रहने वालों का आश्रय या सहारा बन जाएगा, ഒരു ദിവസം പൊട്ടിയ ചക്രം ന്യായത്തിന്റെ പക്ഷത്തിൽ നിൽക്കുന്നവർക്ക് ആശ്രയമായി മാറിയേക്കാം. അതുകൊണ്ട് തന്നെ പൊട്ടിയതാണെങ്കിലും ആ ചക്രത്തെ വലിച്ചെറിയരുത് എന്ന് പറയുന്നു. 17 ഇസ് കവിത കാ പ്രസംഗ് ലിഖിയെ, എന്താണ് ഈ കവിതയിലെ പ്രധാന പോയിന്റുകൾ എന്നാണ് പറയുന്നത്. മഹാഭാരത യുദ്ധമേ കൗരവോനെ ചക്രവ്യൂഹ രചാത, മഹാഭാരത യുദ്ധത്തിൽ കൗരവര് ചക്രവ്യൂഹം ഉണ്ടാക്കുന്നു. അഭിമന്യു ചക്രവ്യൂഹക്കെ അന്തർ ഘുസ് ഗയ, അഭിമന്യു ചക്രവ്യൂഹത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ലേക്കിൻ ബാഹർ നികൽന ന ജാൻതാത, എന്നാൽ അഭിമന്യുവിനെ പുറത്തിറങ്ങാൻ അറിയില്ലായിരുന്നു. ആ ചക്രവ്യൂഹത്തിനകത്ത് നിന്ന് പുറത്തിറങ്ങാൻ അറിയില്ലായിരുന്നു. कौरव पक्ष के अनेक महान योद्धाओं ने अभिमन्यु पर घोर आक्रमण किया, കൗരവ പക്ഷത്തെ അനേകായിരം മഹായോദ്ധാക്കൾ അഭിമന്യുവിനെ വലയം ചെയ്ത് ആക്രമിക്കാൻ തുടങ്ങുന്നു. അഭിമന്യു അകേലാദാ ഉസ്കെ സാരെ ശസ്ത്ര നഷ്ട ഹോ ജായേ, അഭിമന്യു ഒറ്റയ്ക്കായിരുന്നു, അദ്ദേഹത്തിന്റെ മുഴുവൻ ആയുധങ്ങളും നഷ്ടമായിരുന്നു. അന്തുമേം അഭിമന്യുവിനെ ഏക് ടൂട്ടെ ചക്ര കോ ലേക്കർ യുദ്ധ കിയ, അവസാനം അഭിമന്യു രഥത്തിന്റെ ഒരു പൊട്ടിയ ചക്രം കൊണ്ട് യുദ്ധം ചെയ്യുന്നു. ഇതാണ് അതിലെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്. ഇതായിരുന്നു ആ മഹാഭാരത യുദ്ധത്തിൽ നടന്ന നമ്മുടെ ഈ കവിതയിലെ പ്രധാന പോയിന്റുകൾ ഇതാണ് കേട്ടോ. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആജ് കെ സമാജ് പരിവേഷമേ അഭിമന്യു ഔർ ടൂട്ടാ പഹിയ കിസ്കെ പ്രതീക് ഹോ സക്തേ ഹൈ, ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ അഭിമന്യുവും ടൂട്ടാ പഹിയയും എന്തിൻ്റെ എല്ലാം പ്രതീകമാണെന്നാണ് ചോദിക്കുന്നത്. അഭിമന്യു എന്തിൻ്റെ എല്ലാം പ്രതീകമാണ് എന്ന് നമുക്ക് നോക്കാം. ശോഷക സമാജ്, സമാജ് സുധാരക്, അധർമ്മ കെ വിരോധി, ശോഷക സമൂഹത്തിൻ്റെയും സാമൂഹിക പരിഷ്കർത്താവിൻ്റെ രൂപത്തിലും അധർമ്മത്തിനെതിരെ പോരാടുന്നവനായിട്ടും നമ്മുടെ കവിതയിൽ അഭിമന്യുവിനെ പറയുന്നു. ടൂട്ടാ പഹിയ എന്തിൻ്റെ എല്ലാം പ്രതീകമാണു എന്ന് നോക്കാം. ശോഷകോ കെ വിരുദ്ധ ലഡ്നെ വാലെ കോയി ലഘുയ ഉപേക്ഷിത മാനവ്, ശോഷകർക്കെതിരായി യുദ്ധം ചെയ്യുന്ന ഒരു സാധാരണ ഉപേക്ഷിത മാനവന്റെ പ്രതീകമായിട്ടും, അതുപോലെ തന്നെ ഉസ്കി സഹായത കർണേ വാല കോയി നിർബലയ സാധാരണ വ്യക്തി, എല്ലാവരെയും സഹായിക്കുന്ന നിർബലനായ ഒരു സാധാരണ വ്യക്തിയായിട്ടും നമ്മുടെ ടൂട്ടാ പഹിയെ ഇവിടെ ചിത്രീകരിക്കുന്നു. അതുപോലെ തന്നെ നൈതിക മൂല്യ രഖ്നെ വാല മിത്ര, നൈതിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു മിത്രത്തിന്റെ രൂപത്തിലും ഇവിടെ നമുക്ക് ടൂട്ടാ പഹിയയെ ചിത്രീകരിക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് മേം രഥ് കാ ടൂട്ടാ ഹുവാ പഹിയാഹും എന്ന് തുടങ്ങുന്ന വരികൾ ഇവിടെ തന്നു. കവിതാക്ക് ഇൻ പങ്ക്തിയോ കാ ആശയിലേക്ക് നിങ്ങളോട് എന്തായാലും ഏതെങ്കിലും ഇതുപോലെയുള്ള 3-4 വരികൾ തന്നിട്ട് അതിൻ്റെ ആശയം ചോദിച്ചേക്കാം. ഈ ഒരു ഭാഗത്തിൻ്റെ ആശയം എങ്ങനെ എഴുതാമെന്ന് നോക്കൂ. ഉത്തർ प्रस्तुत पंक्तियां आधुनिक हिंदी के मशहूर कवि श्री धर्मवीर भारती की ടൂട്ടാ പഹിയ നാമക കവിത സേ ലി ഗയി ഹേ, പ്രധാനമായും കവിതയുടെ ആശയം ചോദിക്കുമ്പോൾ നമ്മൾ കവിയെ സൂചിപ്പിച്ചിട്ടുണ്ടാകണം. ഈ തന്നിരിക്കുന്ന വരികൾ ആധുനിക ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായ ശ്രീ ധർമ്മവീർ ഭാരതിയുടെ ടൂട്ടാ പഹിയ എന്നു പേരുള്ള കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. महाभारत युद्ध के प्रसंग को आधार पर बनाकर लिखी गई इस प्रतीकात्मक कविता में, മഹാഭാരത യുദ്ധകഥയെ അടിസ്ഥാനമാക്കി രചിച്ചിട്ടുള്ള പ്രതീകാത്മകമായ ഈ കവിതയിൽ കവിനെ വർത്തമാൻ സാമാജിക സ്ഥിതി पर प्रकाश डाला है, കവി വർത്തമാന ഇന്നത്തെ സമൂഹത്തിന്റെ സ്ഥിതിയെ കുറിച്ച് വർണ്ണിക്കുന്നു. ഇസ്മേം കവി ഹമേം യഹ് സന്ദേശ ദേനാ ചാഹത്തെ ഹെൻ കി, ഇതിൽ നിന്നും കവി നമ്മോട് പറയുകയാണ്, ഇതിലെ ഒരു സന്ദേശം രൂപത്തിൽ നമ്മോട് തരികയാണ്. ഈ സംസാർ മേ പ്രത്യേക വസ്തു കാ അപ്പന മൂല്യ ഹേ, ഈ ലോകത്തിൽ ഓരോ വസ്തുവിനും അതിൻ്റെതായ മൂല്യമുണ്ട്. കിസി ഭി വസ്തു കോ തുച്ഛ സമജ് കർ ഉസ്കി ഉപേക്ഷ നഹീം കർണേ ചാഹിയേ,
ഒരിക്കലും ആ വസ്തു ഒരു നിസ്സാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തള്ളിക്കളയാൻ പാടില്ല. കവി കഹത്തെ ഹാങ്കി, കവി പറയുകയാണ്, ടൂട്ടെ पहिया भी सही अवसर आने पर उपयोगी हो सकता है. ടൂട്ടാ പഹിയാണെങ്കിൽ പോലും, പൊട്ടിയ ചക്രമാണെങ്കിൽ പോലും യഥാർത്ഥ അവസരം വരുമ്പോൾ അത് ഉപയോഗമുള്ളതായി മാറുന്നു. ഇസലിയെ, അതുകൊണ്ട് ഉസ്കി ഉപേക്ഷ നഹി കർണി ചാഹിയെ, അതിനെ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ കൗരവം സേ രചിത ദുരൂഹ ചക്രവ്യൂഹമേ, കൗരവർ ഉണ്ടാക്കിയ ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ അക്ഷൗഹിണി സേനാവും കോ ചുനൗത്തി ദേത്താ ഹുവ, അക്ഷൗഹിണി സേനകളെ വെല്ലുവിളിച്ചുകൊണ്ട് ദുസ്സാഹസിക്കെ സാത്ത് ധൈര്യത്തോടുകൂടി അഭിമന്യു ആക്കർ ഗിർജായ അഭിമന്യു വന്ന് വലയം ചെയ്യപ്പെട്ടേക്കും. യാനി ഒരുപക്ഷെ ജീവൻ കി സമസ്യായേം രൂപി ചക്രവ്യൂഹമേം, ജീവിതത്തിന്റെ ദുരിതങ്ങളാകുന്ന ചക്രവ്യൂഹത്തിൽ ശോഷൻ കി അക്ഷൗഹിണി സേനാവും കോ ചുനൗത്തി ദേത്താ ഹുവ, ശോഷിതരുടെ അക്ഷൗഹിണി സേനകളുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് കോയി ശോഷിത മനുഷ്യ, ഏതെങ്കിലും ശോഷിതനായ മനുഷ്യൻ അഭിമന്യു കെ സമാൻ ആ ജായേത്തോ, അഭിമന്യുവിനെ പോലെ വരികയാണെങ്കിൽ, ടൂട്ടാ പഹിയ, പൊട്ടിയ ചക്രം, ടൂട്ടെ മാനവീയ മൂല്യഹി ഇസ്കാ സഹാര ബൻ ജായേഗ, പൊട്ടിയ മാനുഷിക മൂല്യം അതിനെ സഹായിച്ചേക്കാം. യഹാം ടൂട്ടാ പഹിയ മാനവീയ മൂല്യോം കാ, ഇവിടെ പൊട്ടിയ ചക്രം മനുഷ്യ മൂല്യത്തിൻ്റെയും, ചക്രവ്യൂഹ ജീവൻ കി സമസ്യാവും കാ, ചക്രവ്യൂഹം ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും, ആവുർ അഭിമന്യു, അതുപോലെ തന്നെ അഭിമന്യു ശോഷൺ സേ പീഡിത ആം ജനത കാ പ്രതീക് ഹെ, ശോഷിത പീഡിത സാധാരണ ജനത്തിൻ്റെയും പ്രതീകമായി ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നു. മാനവീയ മൂല്യോം കി ശക്തി, മനുഷ്യ മൂല്യങ്ങളുടെ ശക്തി, വ്യക്ത് കർണേ വാലി യഹ് കവിത, വ്യക്തമാക്കുന്ന ഈ കവിത ഹർ തരഹ് സെ ബിൽകുൽ പ്രാസംഗിക, ഓരോ തരത്തിൽ പറഞ്ഞാലും തികച്ചും ഇന്നത്തെ സമൂഹത്തിന് യോജിച്ച ഒരു കവിത തന്നെയാണ്. അപ്പോൾ ഇതുപോലെ വരികൾ തന്നിട്ട് നിങ്ങളോട് ആശയം ചോദിച്ചേക്കാം. അപ്പോൾ പ്രധാന പോയിന്റുകൾ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. എന്നിട്ട് തന്നിരിക്കുന്ന വരികളുടെ ആശയരൂപത്തിലേക്ക് മാറ്റുകയും ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ലൽക്കാർ അർത്ഥമേ പ്രയുക്ത ശബ്ദ കവിത സെ ഡൂണ്ട് കർ ലിഖേ, അവിടെ ലൽക്കാർ എന്ന അർത്ഥം വരുന്ന വേറെ ഒരു വാക്ക് കവിതയിലുണ്ട്, കണ്ടെത്താനാ പറഞ്ഞത്. എന്താണ് ലൽക്കാർ? വെല്ലുവിളിയാണ്. അപ്പോൾ നമ്മുടെ പഠിച്ച പാഠത്തിലെ വാക്ക് ഏതാണ്? ചുനൗത്തി. ഇങ്ങനെ വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഇത് നന്നായി പഠിച്ചു പോവുക. കവിത മേം കോൻ ഹേ, കവിതയിൽ മേം എന്ന് പറയുന്നത് ആരെയാണെന്ന് അവിടെ നമുക്കറിയാം. കവിതയിൽ മേം രത് കാട്ടൂട്ടാ ഹുവാ പഹിയാഹും എന്ന് പറയുന്നില്ലേ, അവിടുത്തെ ഞാൻ എന്ന് പറയുന്നത് ആരാണ്? ഉത്തർ രത് കാട്ടൂട്ടാ ഹുവാ പഹിയ, രഥത്തിന്റെ പൊട്ടിയ ചക്രത്തെയാണ് മേം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ, ടൂട്ടാ ഹുവാ പഹിയ അപ്നെ ആപ് കോ ക്യാ ബതാ രഹാ ഹേ, പൊട്ടിയ ചക്രം തന്നോട് തന്നെ പൊട്ടിയ ചക്രം സ്വയം എന്തെല്ലാം പറയുന്നുണ്ട്? ഉത്തർ മേം രഥ് കാ ടൂട്ടാ ഹുവാ പഹിയാഹും, ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ് എന്ന് ടൂട്ടാ പഹിയ പറയുന്നില്ലേ, അതാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, ടൂട്ടാ പഹിയ ഹംസെ ക്യാ ആഗ്രഹ കർത്താ ഹേ, എന്താണ് നമ്മോട് ടൂട്ടാ പഹിയ പറയുന്നത്? ടൂട്ടാ പഹിയയുടെ ഒരു ആഗ്രഹം പറയുന്നുണ്ടല്ലോ, എന്താണത്? മുझे ഫേങ്കോ മത്, എന്നെ വലിച്ചെറിയരുത് എന്ന്. 25ാമത്തെ ക്വസ്റ്റ്യൻ, അകേലി നിഹത്തി ആവാസ് കിസ്കെ ബാരെ മേ കഹാ ഹേ, ഒറ്റയ്ക്ക് നിരായുധനായ ശബ്ദം എന്ന് ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? നമുക്കറിയാം, അഭിമന്യുവിനെ കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് നോക്കാം നമുക്ക്. അഭിമന്യു യുദ്ധക്ഷേത്രമേ ചക്രവ്യൂഹക്കെ അന്തർ അഖേല പടാധ, അഭിമന്യു യുദ്ധക്ഷേത്രത്തിലെ അഭിമന്യു യുദ്ധമൈതാനത്ത് ചക്രവ്യൂഹത്തിന്റെ ഉള്ളിൽ അകപ്പെടുന്നു. ഉസ്കെ അസ്ത്ര നഷ്ട ഹോ ഗയേ, അദ്ദേഹത്തിന്റെ ആയുധങ്ങളെല്ലാം നഷ്ടമായിരുന്നു. അഗേലി നിഹത്തി ആവാസ് അഭിമന്യു കെ ബാരെ മേ കഹാ ഹേ, അതുകൊണ്ട് തന്നെ അദ്ദേഹം നിരായുധനായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് നിരായുധനായ അഭിമന്യു എന്ന്. 26ാമത്തെ ക്വസ്റ്റ്യൻ, അഭിമന്യു കെ ചാരോം ഓർ കോൻ കോൻ ദേ, അഭിമന്യുവിനെ ചുറ്റിലും വളഞ്ഞവർ ആരെല്ലാമായിരുന്നു, എന്തൊക്കെയായിരുന്നു അഭിമന്യുവിന്റെ ചുറ്റിലുമെന്ന്. ബഡേ ബഡേ മഹാരഥി, അഭിമന്യുവിൻ്റെ ചുറ്റിലും വലിയ വലിയ മഹാന്മാരായ ആളുകൾ, കൗരവപക്ഷത്തുള്ള ഒരുപാട് മഹാരഥികൾ ഉണ്ടായിരുന്നു. 27ാമത്തെ ക്വസ്റ്റ്യൻ, മഹാരഥിയോ കാ പക്ഷ് സത്യകഥ യാ അസത്യക, മഹാരഥികളുടെ പക്ഷത്ത് സത്യമായിരുന്നോ അല്ലെങ്കിൽ അസത്യമായിരുന്നോ? ഉത്തർ അസത്യക, അസത്യത്തിൻ്റെ പക്ഷമായിരുന്നു. 28ാമത്തെ ക്വസ്റ്റ്യൻ, സാരേ മഹാരഥിയോനെ മിൽക്കർ ക്യാ കിയ, എല്ലാ മഹാരഥികളും കൂടി എന്ത് ചെയ്തു?
മഹാരഥികളും കൂടി എന്തു ചെയ്തു? ഉത്തർ അകേലെ നിഹത്തെ അഭിമന്യു പർ ബ്രഹ്മാസ്ത്ര സെ ആക്രമൺ കിയ. ഒറ്റയ്ക്ക് നിരായുധനായ അഭിമന്യുവിനെ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് ആക്രമിച്ചു. അഭിമന്യു കോ കുജൽ ദിയ. അഭിമന്യുവിനെ ചവിട്ടി മെതിച്ചു എന്ന് പറഞ്ഞാൽ അഭിമന്യുവിനെ ആക്രമിച്ചു. 29ാമത്തെ ക്വസ്റ്റ്യൻ. ജബ് സാരെ മഹാരഥിയോനെ अकेले निहत्ते अभिमन्यु पर ब्रह्मास्त्र से आक्रमण किया तब അഭിമന്യുവിനെ ക്യാ കിയ. എല്ലാ മഹാരഥികളും കൂടി അഭിമന്യുവിനെ, ഒറ്റയ്ക്ക് പോരാടുന്ന അഭിമന്യുവിനെ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് ആക്രമിച്ചു. അഭിമന്യു എന്ത് ചെയ്തു? ഏക് ടൂട്ടെ പഹിയെ കോ ഉടാക്കർ ബ്രഹ്മാസ്ത്രം സേ ലോഹാലിയാദ. ഒരു പൊട്ടിയ ചക്രത്തെ എടുത്ത് ബ്രഹ്മാസ്ത്രങ്ങളെ നേരിട്ടു. 30ാമത്തെ ക്വസ്റ്റ്യൻ. അഭിമന്യു കിസ്കാ പ്രതീക് ഹെ. നമ്മൾ കണ്ടതാണ്, കുറേ പോയിന്റുകൾ നമുക്കറിയാം, എന്നാലും സെന്റൻസ് ആയിട്ട് ചോദിച്ചാൽ അഭിമന്യു അധർമ്മക്കാ ശിക്കാർ ഹേ. അധർമ്മത്തിൻ്റെ ഇരയാണ്. യാ അല്ലെങ്കിൽ ശോഷിത വ്യക്തി ഹേ. ഒരു ശോഷിത വ്യക്തിയാണ്. അതുപോലെ തന്നെ അധർമ്മത്തെ വിരോധിക്കുക പ്രതീക് ഹേ. അധർമ്മത്തെ വിരോധിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രതീകവുമാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ. ടൂട്ടാ പഹിയ കിസ്കാ പ്രതീക് ഹേ. ടൂട്ടാ പഹിയ എന്തിൻ്റെ പ്രതീകമാണ്? ലഘുയ ഉപേക്ഷിത് മാനവ കാ പ്രതീക്. ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരു ലഘുമാനവന്റെ പ്രതീകമാണ് ഇവിടെ ടൂട്ടാ പഹിയ, പൊട്ടിയ ചക്രം. 32ാമത്തെ ക്വസ്റ്റ്യൻ. മഹാരഥി കിസ്കാ പ്രതീക് ഹേ. മഹാരഥന്മാരായ ആളുകൾ എന്തിന്റെ പ്രതീകമാണ്? അധർമ്മത്തിന്റെയും അസത്യത്തിന്റെയും അന്യായത്തിന്റെയും. യാ ശോഷക കാ പ്രതീക്. ശോഷക വർഗത്തിന്റെയും പ്രതീകമാണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രഹ്മാസ്ത്ര കിസ്കാ പ്രതീക് ഹേ. ബ്രഹ്മാസ്ത്രം എന്തിന്റെ പ്രതീകമാണ്? उत्तर ब्रह्मास्त्र अधर्म शोषक के हाथ की महाशक्ति का प्रतीक है. ബ്രഹ്മാസ്ത്രം അധർമ്മത്തിന്റെ അല്ലെങ്കിൽ ശോഷകരുടെ കയ്യിലെ മഹാശക്തിയുടെ പ്രതീകമാണ് ഇവിടെ ബ്രഹ്മാസ്ത്രം. ടൂട്ടെ പഹിയെ കോ ക്യോം ഫേങ്കിന നഹീ ചാഹിയേ. പൊട്ടിയ ചക്രം എന്തുകൊണ്ട് വലിച്ചെറിയാൻ പാടില്ല എന്ന് പറയുന്നു. ഉത്തർ ജിസ് ചീസ് കോ ഫാൽതു സമझ कर फेंक देते हैं उसका कभी उपयोग करने का मौका आ सकता है. ഏതൊരു വസ്തുവിനെയാണോ നാം പാഴ്വസ്തു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വലിച്ചെറിയുന്നത്, ഒരു പക്ഷേ അതിന് എപ്പോഴെങ്കിലും ഉപകാരത്തിൽ വരുന്ന ഒരു അവസരം ഉണ്ടായേക്കാം. ഇസ്ലിയെ കഹാ ഹെ കി. ഇതുകൊണ്ടാണ് പറയുന്നത് ടൂട്ടെ പഹിയെ കോ ഫേങ്കിന നഹീ ചാഹിയേ. പൊട്ടിയ ചക്രത്തെ വലിച്ചെറിയാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് ഇവിടെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. അപ്പനെ പക്ഷിക്കോ എന്ന് തുടങ്ങുന്ന വരികൾ ലോഹാലെ സക്താഹും വരെയുള്ള ഈ വരികളുടെ ആശയം എഴുതാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം. പ്രസ്തുത പങ്ക്തിയാം ആധുനിക ഹിന്ദി की मशहूर कवि श्री धर्मवीर भारती जी की कविता टूटा पहिया से ली गई है. ഈ വരികൾ ആധുനിക ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായ ധർമ്മവീർ ഭാരതിയുടെ ടൂട്ടാ പഹിയ എന്ന കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. മഹാഭാരത യുദ്ധ के प्रसंग को आधार बनाकर लिखी गई इस प्रतीकात्मक कविता में कवि ने वर्तमान सामाजिक स्थिति पर प्रकाश डाला है. പ്രതീകാത്മകമായ ഈ കവിതയിൽ കവി ഇന്നത്തെ സമൂഹത്തിന്റെ സ്ഥിതിയെക്കുറിച്ചാണ് വരച്ചു കാണിക്കുന്നത്. इस कविता में कवि हमें यह संदेश देना चाहते हैं कि ഈ കവിതയിൽ കവി നമ്മോട് ഇങ്ങനെ ഒരു സന്ദേശമാണ് നൽകുന്നത്. ഈ സംസാരമേം പ്രത്യേക വസ്തു കാ ബനാ മൂല്യ ഹേ. ഈ ലോകത്ത് ഓരോ വസ്തുവിനും അതിൻ്റെതായ മൂല്യമുണ്ട്. കിസി ബി വസ്തു കോ തുച്ഛ സമझ कर ഉപേക്ഷ നഹീ കർനി ചാഹിയേ. ഇതിനെ ഒരു നിസാരമെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ഇനി നമ്മുടെ ആ വരികളുടെ ആശയമാണ് കൊടുത്തിട്ടുള്ളത്. അഭിമന്യുവിനെ ചക്രവ്യൂഹമേ അകേലെ ഹി പ്രവേശിക്കുക. അഭിമന്യു ചക്രവ്യൂഹത്തിലേക്ക് ഒറ്റയ്ക്ക് പ്രവേശിക്കുന്നു. കൗരവ സേനാക്കെ മഹാരഥിയോനെ ഉസേ ഘേർ കർ ഉസ്കെ സബ് അസ്ത്ര ശസ്ത്ര നഷ്ട കർ ഡാലെ. മഹാരഥികളായ കൗരവപക്ഷത്തെ ആളുകൾ അദ്ദേഹത്തെ വലയം ചെയ്ത് നമ്മുടെ അഭിമന്യുവിൻ്റെ അസ്ത്രങ്ങളെല്ലാം നശിപ്പിക്കുന്നു. അഭിമന്യു കെ ശത്രുപക്ഷി के लोग जानते थे कि न्याय अभिमन्यु के पक्ष में है. അഭിമന്യുവിന്റെ ശത്രുപക്ഷത്തിൽ ജനങ്ങൾക്കറിയാമായിരുന്നു ന്യായം അഭിമന്യുവിന്റെ പക്ഷത്താണെന്ന്. ഫിർ ബി എന്നിട്ടും വേ ഉസേ കുചൽ ദേനെ കെ ലിയെ മാർ ഡാൽനെ കെ ലിയെ തയ്യാർ ഹോ ഗയേ. എന്നിട്ടും അദ്ദേഹത്തിനെ ആക്രമിക്കാനും കൊല്ലാനും അവർ തയ്യാറായി. ഉസ് വക്ത് ആ സമയം അഭിമന്യുവിനെ അപ്പനെ രഥ്കെ ടൂട്ടേ ഹുയേ പഹിയേക്കോ അവിടെ രഥത്തിന്റെ പൊട്ടിയ ചക്രം കൊണ്ട് ഹത്തിയാർ ബനാക്കർ വാളാക്കി മാറ്റിയിട്ട് ബ്രഹ്മാസ്ത്രം സെ ലോഹാലിയാദ ബ്രഹ്മാസ്ത്രങ്ങളെ നേരിട്ടു. ജബ് സാരാ സംസാർ കിസി സാഹസി മനുഷ്യ की आवाज को दबाने का प्रयास करेगा तब मैं मृद का टूटा हुआ पहिया उसके हाथों में रहकर शत्रुओं के ब्रह्मास्त्रों का सामना कर सकता हूँ.
ലോകം സാഹസിയായ ഒരു മനുഷ്യനെ അടിച്ചമർത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രം അവന്റെ കൈകളിലെ ശത്രുക്കളെ നേരിടാനുള്ള ഒരു ബ്രഹ്മാസ്ത്രമായി മാറുന്നു. യഹാ മഹാരഥി ശോഷക് വർഗ് കാ ബ്രഹ്മാസ്ത്ര ശോഷക് കെ ഹാത്ത് കി മഹാശക്തി കാ പ്രതീക് ഹെ. ഇവിടെ മഹാരഥികളായ ആളുകൾ ശോഷക വർഗത്തിന്റെയും അതുപോലെ ബ്രഹ്മാസ്ത്രം ശോഷകരുടെ കയ്യിലെ മഹാശക്തിയുടെയും പ്രതീകമായിട്ടാണ് കവി കാണിക്കുന്നത്. മാനവീയ മൂല്യോं की शक्ति व्यक्त करने वाली एक कविता बिल्कुल प्रासंगिक है. മാനുഷിക മൂല്യത്തിന്റെ ശക്തിയെ വ്യക്തമാക്കുന്ന ഈ കവിത തികച്ചും ഇന്നത്തെ സമൂഹത്തിന് യോജിച്ചത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കവിതയിൽ ആശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റിലും ലാസ്റ്റിലും തന്നത് എന്തായാലും നിങ്ങൾക്ക് ഏത് വരികൾ തന്നാലും എഴുതണം. തന്നിരിക്കുന്ന ഭാഗം നമ്മുടെ ഈ കവിതയിൽ ഏത് ആശയം ചോദിച്ചാലും ഫസ്റ്റ് ഭാഗം ഒക്കെ നമ്മൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ടാവണം. അതുപോലെ ലാസ്റ്റിലും ഇത് എഴുതിയിട്ടുണ്ടാവണം. നടുക്കിൽ നമുക്ക് തന്നിരിക്കുന്ന വരികളുടെ ആശയമാണ് കൊടുക്കേണ്ടത്. ഓക്കെ. 37ാമത്തെ ക്വസ്റ്റ്യൻ. ടൂട്ടാ പഹിയ കൈസി കവിത ഹേ. ഈ ടൂട്ടാ പഹിയ എപ്രകാരമുള്ള കവിതയാണ്? ടൂട്ടാ പഹിയ ഏക്ക് പ്രതീകാത്മക കവിത ഹെ. ഇതൊരു പ്രതീകാത്മകമായ കവിതയാണ്. എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം ഓരോ പ്രതീകങ്ങളെ കൊണ്ടുവരുന്നുണ്ട് അല്ലേ. ടൂട്ടാ പഹിയ എന്തിന്റെ പ്രതീകമാണ് എന്ന് നമ്മൾ കണ്ടില്ലേ, അതാണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ. കവിനെ ടൂട്ടേ പഹിയെ കോ കോൻ സെ പ്രതീക കെ രൂപ മേ പ്രസ്തുത കിയാ ഹെ. കവി പൊട്ടിയ ചക്രത്തെ എന്തിന്റെ പ്രതീകമായിട്ടാണ് അവതരിപ്പിച്ചിട്ടിരിക്കുന്നത്? കവിനെ ടൂട്ടെ പഹിയേക്കോ ഉപേക്ഷിത ലഘുമാനവ് കെ പ്രതീക് കെ രൂപമേ പ്രസ്തുത കിയാ ഹെ. ഉപേക്ഷിക്കപ്പെട്ട ഒരു ലഘുമാനവന്റെ രൂപത്തിലാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. 39ാമത്തെ ക്വസ്റ്റ്യൻ. കവിത കെ പ്രതീകോं को कवि ने कहां से लिया है. കവിതയിലെ പ്രതീകങ്ങളെ കവി എവിടെ നിന്നും എടുത്തതാണ് എന്ന്. കവിതാക്കെ പ്രതീകോं को कवि ने മഹാഭാരത കഥാ സേ ലിയാ ഹെ. മഹാഭാരത കഥയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. 40. മഹാഭാരത കഥാ സേ ജുഡേ കോൻ കോൻ സേ ശബ്ദ ഇസ് കവിതാ മേം ആയേ ഹെ. മഹാഭാരത കഥയിലെ ഏതെല്ലാം വാക്കുകളാണ് ഈ കവിതയിൽ വന്നിട്ടുള്ളത്? ഉത്തർ അഭിമന്യു, ചക്രവ്യൂഹ്, മഹാരഥി, അക്ഷൗഹിണി സേന, ബ്രഹ്മാസ്ത്ര. ഇവയെല്ലാം മഹാഭാരതത്തിലെ വേർഡുകൾ തന്നെയാണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ. ദുരൂഹ ചക്രവ്യൂഹ് കിസ്കാ പ്രതീക് ഹെ. ദുരൂഹമായ ചക്രവ്യൂഹം എന്തിന്റെ പ്രതീകമാണ്? ഉത്തരം ദുരൂഹ ചക്രവ്യൂഹ് ഹമാരെ ജീവൻ കി സമസ്യാവോं കാ പ്രതീക് ഹെ. ദുരൂഹമായ ചക്രവ്യൂഹം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയാണ് ഇവിടെ പ്രതീകമാക്കുന്നത്. ജീവൻ കി സമസ്യായേം ക്യാ ക്യാ ഹെ. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്ന് ഇവിടെ കവിതയിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഗരീബി, അസമാനത, ശോഷൺ, ദാരിദ്ര്യം, അസമത്വം, അതുപോലെ തന്നെ പീഡിത ലോകം, അതിജീവൻ കി സമസ്യാഹേ തുടങ്ങിയ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. കവിത കെ ആധാർ പർ കിസ്കാ പക്ഷ് അസത്യക്കാ ഹേ. ഇവിടെ കവിതയെ അടിസ്ഥാനമാക്കി ആരുടെ പക്ഷത്താണ് അസത്യം എന്ന് പറയുന്നത്? ഉത്തർ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആരുടെ പക്ഷത്താണ് അസത്യം എന്ന് പറയുന്നത്? ഉത്തരം രണ്ടാമത്തത്. ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ മഹാന്മാരായ ആളുകളുടെ പക്ഷത്താണ് അസത്യം എന്ന് പറയുന്നത്. 44ാമത്തെ ക്വസ്റ്റ്യൻ. അകേലി നിഹത്തി ആവാസ് കാ പ്രതീകാത്മക അർത്ഥ കിസ്കി ഓർ സൂചിത് കർത്താ ഹേ. ഒറ്റയ്ക്ക് നിരായുധനായ വ്യക്തി എന്ന് പ്രതീകാത്മകമായ അർത്ഥത്തിൽ എന്തിനു നേരെയാണ് സൂചിപ്പിക്കുന്നത്? ശോഷകോं की ഓർ ശോഷിതോं की ഓർ. ശോഷക് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്ന ആളുകൾ എന്നാണ് കേട്ടോ. എന്നാൽ ശോഷിത മനുഷ്യർ എന്ന് പറഞ്ഞാൽ ആ നാശം ഏറ്റുവാങ്ങുന്ന ആളുകൾ. അപ്പൊ ഇവിടെ ആരെയാണ്? അഭിമന്യുവിനെ ഒരു ശോഷിതന്റെ നേരെയാണ് സൂചിപ്പിക്കുന്നത്. 2ാമത്തെ ഓപ്ഷനാണ് ശരി. 47. തബുമേം എന്ന് തുടങ്ങുന്ന വരി ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ലോഹാലേന എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? മത്ലബ് ക്യാ ഹെ. എന്താണ്? 2 ഓപ്ഷൻ ഉണ്ട്. സാമ്ന കർണ, പീച്ചെ ജാന. എന്താണ് സാമ്ന കർണ എന്നതാണ് ഉത്തരം കേട്ടോ. സാമ്ന കർണ, യുദ്ധ കർണ, ലഡായി കർണ ഒക്കെ ലോഹാലേനയുടെ ഉത്തരമാണ്. 51ാമത്തെ ക്വസ്റ്റ്യൻ. तब में रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. इन पंक्तियों में चर्चित पौराणिक संदर्भ वर्तमान परिवेश में कहाँ तक प्रासंगिक है. ഈ തന്നിരിക്കുന്ന വരികൾ ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്ന പൗരാണിക സന്ദർഭം ഇന്നത്തെ സമൂഹത്തിൽ എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം जब सारा संसार किसी साहसी मनुष्य की आवाज को दबाने का प्रयास करेगा तब मैं मृद का टूटा हुआ पहिया उसके हाथों में रहकर शत्रुओं की ब्रह्मास्त्रों का सामना कर सकता हूँ. എപ്പോഴാണോ ലോകം മുഴുവൻ ഏതെങ്കിലും അതിസാഹസികനായ മനുഷ്യനെ തകർക്കാനായി ശ്രമിക്കുന്നത്, അപ്പോൾ ഞാൻ രഥത്തിന്റെ പൊട്ടിയ
ചക്രമാണ് അവരുടെ കൈകളിൽ ശത്രുക്കളുടെ ബ്രഹ്മാസ്ത്രത്തെ നേരിടാൻ എന്നെ കൊണ്ട് സാധിക്കും. ടൂട്ടാ പഹിയ ഉപേക്ഷിതു മാനവ് കാ പ്രതീക് ഹെ. ഇവിടെ പൊട്ടിയ ചക്രം ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യന്റെ പ്രതീകവും അതുപോലെ തന്നെ ആജ്കൽ സമാജ് മേം സത്യ ഔർ അന്യായ് കാ ബോൽബാല ഹെ. ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തിൽ സത്യവും അന്യായവും നടമാടുന്നു. ഇൻ അസത്യവും ഔർ അന്യായോं के खिलाफ अगर कोई लड़ेगा तो कोई लघुमानवी उसका सहारा बनेगा. यही इन पंक्तियों की प्रासंगिकത है. ഈ അസത്യവും അന്യായത്തോടും പോരാടാൻ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് സഹായമായി ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ ഉണ്ടായിരിക്കും. യഹി ഇൻ പങ്ക്തിയോं की പ്രാസംഗികത है. ഇതാണ് ഈ വരികളുടെ പ്രാസംഗികത എന്ന് പറയുന്നത്. 52ാമത്തെ ക്വസ്റ്റ്യൻ, ടൂട്ടാ പഹിയ അഭിമന്യു കെ ലിയെ കബ് ഉപയോഗി സിദ്ധ ഹുവ. ടൂട്ടാ പഹിയ പൊട്ടിയ ചക്രം അഭിമന്യുവിന് എപ്പോഴാണ് ഉപയോഗമുള്ള ഒരു വസ്തുവായി മാറിയത്? ഉത്തർ യുദ്ധ കെ സമയ. നമുക്കറിയാം മഹാഭാരത യുദ്ധ സമയത്താണ്. 53ാമത്തെ ക്വസ്റ്റ്യൻ, അഭിമന്യു കിസ്കെ പക്ഷിമേം ധ. അഭിമന്യു ആരുടെ പക്ഷത്തായിരുന്നു? ധർമ്മ ന്യായ് ഔർ സത്യക്കെ പക്ഷിമേം. സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും ഭാഗത്തായിരുന്നു അഭിമന്യു. 54ാമത്തെ ക്വസ്റ്റ്യൻ, इतिहासों की सामूहिक गति सहसा छूटी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले. इन पंक्तियों से कवि क्या बताना चाहते हैं? ഈ തന്നിരിക്കുന്ന വരികളിലൂടെ കവി എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്? ഉത്തർ കവി കഹത്തെ ഹൈ കി പഹിയ യദി ടൂട്ടാ ഹെ തോ ബി ഉസേ മത് ഫേങ്കോ. കവി പറയുകയാണ് എന്തെന്നാൽ ചക്രം പൊട്ടിയതാണെങ്കിൽ പോലും അതിനെ നമ്മൾ വലിച്ചെറിയരുത്. യഹ് സംസാർ ഏക് ദുരൂഹ് ചക്രവ്യൂഹേ. ഈ ലോകം എന്ന് പറയുന്നത് ഒരു ദുരൂഹമായ ചക്രവ്യൂഹമാണ്. ബഡേ ബഡേ മഹാരഥി അസത്യോം ഔർ അന്യായോं की അക്ഷൗഹിണി സേനാओं को ഖടാ കരേംഗെ. വലിയ വലിയ മഹാന്മാരായ ആളുകൾ അസത്യത്തിനും അന്യായത്തിൻ്റെയും അക്ഷൗഹിണി സേനകളോടൊപ്പം നിൽക്കുന്നു. ഉൻ മഹാരഥിയോं के कारण. ഈ മഹാരഥികളെ കാരണം ഇതിഹാസിക്ക് ഗതി सहसा छूटी पड़ जाती है तो सच्चाई को टूटे पहिए का सहारा लाना पड़ेगा. ഈ മഹാരഥികളുടെ സ്വഭാവം പെട്ടെന്ന് കള്ളമായി ഭവിക്കുമ്പോൾ സത്യത്തിന് ടൂട്ടാ പഹിയയെ ആശ്രയമായി വരുന്നു. ഇസലിയെ ടൂട്ടെ പഹിയേക്ക് ഉപേക്ഷ നഹി കർണി ചാഹിയേ. അതിന് സത്യത്തിന് പിടിച്ചു നിൽക്കാൻ പൊട്ടിയ ചക്രത്തെ ആശ്രയിക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ആ പൊട്ടിയ ചക്രത്തെ ഒരിക്കലും ഉപേക്ഷിക്കരുതേ എന്ന് പറയുന്നത്. 55ാമത്തെ ക്വസ്റ്റ്യൻ, ടൂട്ടെ പഹിയേ സെ കവി ക്യാ ആശാ കർത്തെ ഹൈ. പൊട്ടിയ ചക്രത്താൽ കവി എന്താണ് ആഗ്രഹിക്കുന്നത്? അതിലൂടെ എന്ത് പറയാനാണ് കവി ആഗ്രഹിക്കുന്നത്? ഉത്തർ ആജ്കൽ സമാജ് മേം അസത്യ ഔർ അന്യായ് കാ ബോൽബാല ഹെ. ഇന്ന് സമൂഹത്തിൽ അസത്യവും അന്യായവും നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻ അസത്യവും ഔർ അന്യായോं के खिलाफ अगर कोई लड़ेगा तो कोई टूटा पहिया यानी ലഘുമാനവി ഉസ്കാ സഹാര ബനെ. ഈ അന്യായത്തോടും അസത്യത്തോടും പോരാടാൻ ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ സഹായിക്കാൻ ടൂട്ടാ പഹിയ പോലെയുള്ള ലഘുമാനവനെ കൊണ്ട് സാധിക്കുന്നു. യഹി കവി കി ആശാ ഹെ. ഇതാണ് കവിയുടെ ആശ. കവിനെ കോയി ദുസ്സാഹസി അഭിമന്യു ക്യോം കഹാ ഹെ. കവി ദുസ്സാഹസി അഭിമന്യു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കവി എന്തുകൊണ്ടാണ് ഏതെങ്കിലും ദുസ്സാഹസിയായ അഭിമന്യു എന്ന് പറയുന്നത്? उत्तर अभिमन्यु जैसे अधर्म से लड़ने वाले बहुत अधिक लोग हमारे समाज में है. അദ്ദേഹം പറയാണ് അഭിമന്യുവിനെ പോലെ അധർമ്മത്തോട് പോരാടുന്ന വളരെയധികം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. കവിനെ യഹ് ഉൻകെ ബാരെ മേ കഹാ ഹെ. കവി ഇത് അവരെ കുറിച്ചാണ് പറയുന്നത്. സച്ചായി ടൂട്ടെ ഹുയെ പഹിയോं का ആശ്രയ ലേം. സത്യത്തിന് പൊട്ടിയ ചക്രത്തെ ആശ്രയിക്കേണ്ടതായി വരും. യഹാം ടൂട്ടെ ഹുയെ പഹിയെ കാ പ്രയോഗ ക്യോം കിയാ ഹെ. ഇവിടെ പൊട്ടിയ ചക്രം എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇസ് കവിത മേം ടൂട്ടാ പഹിയ ഖോയെ ഹുയെ മാനവ മൂല്യോं की सूचना देता है. ഇവിടെ ഈ കവിതയിൽ പൊട്ടിയ ചക്രം നഷ്ടപ്പെടുന്ന മാനവ മൂല്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. 61ാമത്തെ ക്വസ്റ്റ്യൻ, ടൂട്ടാ പഹിയ കവിത കി ആസ്വാദൻ ടിപ്പണി തയ്യാർ കരെ. ടൂട്ടാ പഹിയ കവിതയുടെ ആസ്വാദന ടിപ്പണി തയ്യാറാക്കാനാണ് പറഞ്ഞത്.
श्री धर्मवीर भारती बहुमुखी പ്രതിഭാ സമ്പന്ന സാഹിത്യകാർ ഹേ. ധർമ്മവീർ ഭാരതി പ്രമുഖനായ ഒരു സാഹിത്യകാരനാണ്. വേ പ്രയോഗവാദി കവി കെ രൂപമേം വിഖ്യാത് ഹേ. അദ്ദേഹം പ്രയോഗവാദി കവിയുടെ രൂപത്തിൽ വിഖ്യാതനാണ്, പ്രസിദ്ധനാണ്. ടൂട്ടാ പഹിയ ധർമ്മവീർ ഭാരതി കി ബഹു ചർച്ചിത് കവിത ഹേ. ടൂട്ടാ പഹിയ എന്ന ഈ കവിത ധർമ്മവീർ ഭാരതിയുടെ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കവിതയാണ്. पौराणिक प्रसंग में नए संदर्भ नवीन अर्थ जोड़ना भी उनकी रचनाओं की विशेषता है. പൗരാണിക സന്ദർഭങ്ങളെ പുതിയ ഒരു അർത്ഥം കൊടുത്തുകൊണ്ട് ചേർക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ രചനകളുടെ വിശേഷതയാണ്. മഹാഭാരത യുദ്ധ में अधर्म और अत्याचार का विरोध करते हुए दुस्साहसी अभिमन्यु ने टूटे पहिए से कौरवों की अक्षौहिणी सेना का सामना किया था. മഹാഭാരത യുദ്ധത്തിൽ അധർമ്മത്തോടും അത്യാചാരത്തോടും വിരോധം കൽപ്പിച്ചുകൊണ്ട് ദുസ്സാഹസിയായ അഭിമന്യു പൊട്ടിയ ചക്രത്താൽ കൗരവരുടെ അക്ഷൗഹിണി സേനയെ എതിരിടുന്നു. अपने पक्ष को असत्य जानते हुए भी തൻ്റെ പക്ഷത്ത് അസത്യമുണ്ടെന്നറിഞ്ഞിട്ട് കൂടി തങ്ങളുടെ പക്ഷത്ത് അസത്യമുണ്ടെന്നറിഞ്ഞിട്ട് പോലും മഹാഭാരത യുദ്ധത്തിൽ ബഡേ ബഡേ മഹാരഥിയോനെ വലിയ വലിയ മഹാന്മാര് മിൽക്കർ എല്ലാവരും ചേർന്നിട്ട് നിരായുധ അഭിമന്യു പർ ഹംല കിയാ ഥാ. നിരായുധനായ അഭിമന്യുവിനെ ആക്രമിക്കുന്നു. കിസിനെ ബി അഭിമന്യു കി അസഹായ ആവാസ് പർ ധ്യാൻ നഹീ ദിയ. സഹായനായ അഭിമന്യുവിനെ ആരും തന്നെ ശ്രദ്ധ വെച്ചില്ല. മഹാഭാരത് की कथा में वर्णित अभिमन्यु के रथ का टूटा पहिया कवि की दृष्टि में ലഘുമാനവിയ ഉപേക്ഷിത മാനവ മൂല്യ का प्रतीक है. മഹാഭാരതത്തിലെ കഥയിൽ വർണ്ണിച്ചിരിക്കുന്ന അഭിമന്യുവിൻ്റെ രഥത്തിൻ്റെ പൊട്ടിയ ചക്രം കവിയുടെ കാഴ്ചപ്പാടിൽ ഒരു സാധാരണ ജനം അല്ലെങ്കിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യൻ്റെ മൂല്യങ്ങളുടെ പ്രതീകമാണ്. കവി കഹത്തെ ഹൈങ്കി, കവി പറയുകയാണ്, മേ രഥ് കാ ടൂട്ടാ പഹിയാഹും, ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്. ലേക്കിൻ മുച്ചേ ഫെങ്കോ മത്, എങ്കിലും എന്നെ വലിച്ചെറിയരുതേ. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ ശോഷൺ ഔർ പീഡൻ കെ സംതപ്ത് കോയി ദുസ്സാഹസി അഭിമന്യു മുച്ചേ അപ്പനെ ഹാത്തോ മേം ലേഗാ. ഏതെങ്കിലും പീഡിതരായ ആളുകൾ ഒരു ദുസ്സാഹസിയായ അഭിമന്യുവിനെ പോലെ എന്നെ കൈകളിൽ എടുത്തേക്കാം. ഹോ സക്താ ഹേ വഹ് അക്ഷൗഹിണി സേനാओं को अत्याचारी शासकों को चुनौती देता हुआ शोषण पीड़न की व्यवस्था का शिकार हो जाए, तब मैं टूटा पहिया बनकर अभिमन्यु के हाथ की हथियार बना था. അപ്പോൾ ഞാൻ അക്ഷൗഹിണി സേനകളോടും അത്യാചാരം പ്രവർത്തിക്കുന്ന അധികാരവർഗത്തോടും വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അവർക്കെതിരെ പോരാടാൻ പൊട്ടിയ ചക്രമായി അഭിമന്യുവിൻ്റെ കയ്യിൽ എനിക്ക് ബ്രഹ്മാസ്ത്രങ്ങളോട് നേരിടാൻ സാധിക്കുന്നു. ഇസലിയെ മുച്ചേ ഫേങ്കോ മത്, അതുകൊണ്ട് എന്നെ വലിച്ചെറിയരുതേ. ഇസ് കവിതാമേ ടൂട്ടേ ഹുയേ മാനവ മൂല്യോം കി ബാത്ത് കഹി ഹേ. ഈ കവിതയിൽ നഷ്ടപ്പെട്ട മനുഷ്യമൂല്യത്തെക്കുറിച്ച് പറയുന്നു. ജൈസേ മഹാഭാരത യുദ്ധ में अभिमन्यु ने कौरवों की अक्षौहिणी सेना का सामना करने के लिए अत्याचार अन्याय अधर्म का विरोध करने के लिए रथ के टूटे पहिए का सहारा लिया था. എപ്രകാരമാണോ മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യു കൗരവരുടെ അക്ഷൗഹിണി സേനയെ എതിരിടാൻ അത്യാചാരം, അന്യായം, അധർമ്മം ഇവയൊക്കെ തടുക്കാൻ വേണ്ടി പൊട്ടിയ ചക്രത്തെ ആശ്രയിച്ചത്, വൈസേഹി അപ്രകാരം തന്നെ കോയി ബി വ്യക്തി ജോ കംസോർ ഹേ വഹ് ബി മാനവ മൂല്യം കി രക്ഷാ കർ സക്താ ഹേ. അതുപോലെ തന്നെ ഏതൊരു നിസ്സാര വ്യക്തിക്ക് പോലും മാനുഷിക മൂല്യങ്ങളെ രക്ഷിക്കാനായി സാധിക്കും. നമ്മൾ ടൂട്ടാ പഹിയ എന്ന ഈ പാഠഭാഗത്തിലെ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസിലൂടെയും കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഇപ്പം നമ്മൾ ടൂട്ടാ പഹിയ എന്ന പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ചെയ്തിട്ടുള്ളത്, റിവിഷൻ ആയിട്ടാണ്. നമുക്ക് ഒന്നാമത്തെ പാഠഭാഗമായ ബീർബഹുഡിയും അതുപോലെ തന്നെ ഹതാശാക് സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന പാഠഭാഗവും ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ അയാം കലാം കെ ബഹാനെ എന്ന പാഠവും സബ്സെ ബഡേ ഷോമാൻ എന്ന പാഠഭാഗത്തിൻ്റെയും റിവിഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം അടുപ്പിച്ച് എന്ത് ചെയ്യുക, ഇതിലൊന്നും ഉൾപ്പെടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ഞാൻ വീണ്ടും തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. സബ്കോ ധന്യവാദ്.